നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31, 2025 ഞായർ. GST മീറ്റിംഗ്, എക്സ്പയറി ഷിഫ്റ്റ്, ഓട്ടോ സെയിൽസ് തുടങ്ങി പ്രധാനമായും 11 ഘടകങ്ങളാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുക. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് വേഗത്തിൽ നോക്കിയിട്ട് വരാം. വെള്ളിയാഴ്ചത്തെ ഫോളോട് കൂടി തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനിലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ട വന്നതിനെ തുടർന്ന് നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിസിൽ 1.78% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1.84% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 1.25% നഷ്ടവും ഫിൻ നിഫ്റ്റിയിൽ 2.85% നഷ്ടവും വീക്ക്ലി ബേസിസിൽ നേരിടേണ്ടതായിട്ട് വന്നതിന്റെ ഫലമായി 5 മാസത്തിനിടയ്ക്ക് ഏറ്റവും വലിയ വീക്ക്ലി ലൂസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുകയുണ്ടായത്. മാത്രമല്ല തുടർച്ചയായി 2 മാസത്തിലും ജൂലൈയിലും ഓഗസ്റ്റിലും നമ്മുടെ മാർക്കറ്റിന് മന്ത്ലി ബേസിസിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അതിന്റെ ഫലമായി സെൻസെക്സും നിഫ്റ്റിയൊക്കെ 5 മാസത്തെ ലോയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്ത്യയിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് റേറ്റ് പുറത്തുവിടുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ സമയം 6.5% നിന്നും 7.8% GDPയിൽ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി 5 ക്വാർട്ടറുകൾക്ക് ശേഷം സർപ്രൈസ് ആയിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ ക്വാർട്ടർ 1 ബെറ്റർ ആയിട്ട് വരികയുണ്ടായി. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 11 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ US കോർട്ടിന്റെ ഭാഗത്തു നിന്ന് വന്ന താരിഫിനെതിരായിട്ടുള്ള റൂളിംഗ് തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെയും അതേസമയം ഗ്ലോബൽ മാർക്കറ്റിനെയും ഒരേപോലെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച യുഎസിലെ കോർട്ടിന്റെ ഭാഗത്ത് നിന്നും നിലവിൽ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന താരിഫ് നടപടികൾക്കെതിരെ റൂളിംഗ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നെങ്കിലും ഒക്ടോബർ 14 വരെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് അപ്പീൽ നൽകുവാനുള്ള സമയം നിലനിൽക്കുന്നതിനാൽ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ റൂളിംഗ് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ, അല്ലെ ട്രേഡ് താരിഫുകളൊക്കെ ഒഴിവാക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഒക്ടോബർ 14 ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അപ്പീലിന് ശേഷമേ ഒരു വ്യക്തത കൈവരുകയുള്ളൂ. NSEയിൽ നിഫ്റ്റിയുടെയും BSൽ സെൻസെക്സിന്റെയും എക്സ്പയറി ഡേയിൽ വന്ന മാറ്റങ്ങളും ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്നും ചൊവ്വാഴ്ചയിലേക്കും അതേസമയം സെൻസെക്സിന്റെ എക്സ്പയറി ചൊവ്വാഴ്ചയിൽ നിന്നും വ്യാഴാഴ്ചയ്ക്കും നാളെ സെപ്റ്റംബർ മുതൽ ആരംഭിക്കുകയാണ്. ഇൻഡെക്സുകളുടെ എക്സ്പയർ ദിനങ്ങൾ മാറ്റിയതിലുള്ള ചലനങ്ങളും ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മൂന്നാമതായി GST കൗൺസിൽ മീറ്റിംഗ് തന്നെയാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ GST കൗൺസിൽ മീറ്റിംഗ് സെപ്റ്റംബർ 3 ആരംഭിച്ച് സെപ്റ്റംബർ 4 അവസാനിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റും നിക്ഷേപകരും GST കൗൺസിൽ മീറ്റിംഗിന് ശേഷം വരാൻ പോകുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. തന്മൂലം നിലവിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 2 സ്ലാബ് ടാക്സേഷൻ റേറ്റുകളിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്ന വലിയ ഒരു ഘടകമാണ് വരാൻ പോകുന്ന ഒരാഴ്ചയിൽ. GST റിഫോംസിന്റെ നേരിട്ടുള്ള ഗുണങ്ങൾ അനുഭവപ്പെടാൻ പോകുന്ന മേഖലകൾ ഓട്ടോയും കൺസപ്ഷൻ മേഖലയും ആയതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഈ 2 സെക്ടേഴ്സുകൾക്കും അതിപ്രാധാന്യം ഈ വരാൻ പോകുന്ന ആഴ്ചയിലുണ്ട്. നാളെ തിങ്കളാഴ്ച വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു, ആദ്യം ഹീറോ മോട്ടോർ കോർപ്പ് ആയിരുന്നു ജൂലൈയിലെ സെയിൽസ് ഡാറ്റ പുറത്തുവിട്ടത്. തുടർന്ന് വന്ന ഒട്ടുമിക്ക ഓട്ടോ സ്റ്റോക്കുകളും ജൂലൈയിലെ സെയിൽസിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ ഡാറ്റ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഡാറ്റ വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, ഇനി സെയിൽസിൽ കുറവോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. അഞ്ചാമതായി US മാർക്കറ്റ് തന്നെയാണ്
ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. യുഎസിന്റെ കോർട്ടിന്റെ ഭാഗത്ത് നിന്നും ട്രംപിന്റെ താരിഫ് നടപടികൾക്കെതിരെ വന്ന റൂളിംഗിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച യുഎസിൽ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നത്. അത് മാത്രമല്ല നിലവിൽ യുഎസിൽ ക്വാർട്ടർ ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുന്ന സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ട്രേഡ് താരിഫിനെതിരെ യുഎസിലെ കോടതിയുടെ ഭാഗത്ത് നിന്നും എതിർത്തുകൊണ്ടുവന്ന റൂളിംഗും മാത്രമല്ല അടുത്തയാഴ്ചയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർ ഏർണിംഗ്സും യുഎസ് മാർക്കറ്റുകളുടെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായതിനാൽ തന്നെ തൽഫലമായി യുഎസ് മാർക്കറ്റിൽ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രതിഫലനങ്ങളും നമ്മുടെ മാർക്കറ്റിനെയും അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളെയും സ്വാധീനിക്കും. കോർപ്പറേറ്റ് ആക്ഷൻസ് തന്നെയാണ് ആറാമതായിട്ട് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ത്രിവേണി ടർബൈൻ, Triveni Engineering and Industries, Deepak Fertilizers, GNFC, Concord Biotech, Patanjali Foods, Prestige Estates, Clean Science and Technologies, Gujarat Gas, Kalyan Jewellers, NTPC, Oil India, ONGC, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങി 100-ലേറെ കമ്പനികളുടെ ഡിവിഡൻസിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും ബോണസ് ഷെയറുകളുടെ ഇഷ്യൂവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് ഈ ആഴ്ചയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളിൽ നടക്കാൻ പോകുന്ന കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ റിസൾട്ടും നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന IPOs തന്നെയാണ് ഏഴാമതായി നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. വരാൻ പോകുന്ന മാസം സെപ്റ്റംബറിൽ 3 ഡസൻ കമ്പനികളുടെ IPOs ആണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 7 IPOs ലൈനപ്പ് ചെയ്തിട്ടുണ്ട് മെയിൻ ബോർഡിലേക്കും SME പ്ലാറ്റ്ഫോമുകളിലേക്കും ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ IPOസിന്റെ റിസൾട്ടുകളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചേക്കാം. വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തന്നെയാണ് എട്ടാമതായി ഈ ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് തന്നെയാണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. തൽഫലമായി കഴിഞ്ഞ മാസം മാത്രം 46,902.92 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് തുടർച്ചയായ 2 മാസവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയി മാറുകയുണ്ടായി ക്യാഷ് മാർക്കറ്റിൽ. അതേസമയം വർഷത്തില് എല്ലാ മാസവും ജനുവരി തുടങ്ങി ഓഗസ്റ്റ് വരെ എല്ലാ മാസങ്ങളിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ടാണ് മാറുകയുണ്ടായത്. ഈ വർഷം മാത്രം 1,30,635 കോടി രൂപയ്ക്കാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് നേരിടേണ്ടി വരികയുണ്ടായത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 മാസവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ നമ്മുടെ മാർക്കറ്റിലെ ആക്ഷൻസ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ വളരെയേറെ സ്വാധീനിക്കുന്നതായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ജൂലൈയിലും ഓഗസ്റ്റിലും 2 മാസവും ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയപ്പോൾ ഈ 2 മാസവും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടാണ് മന്ത്ലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സ് ആയിട്ട് മാറിയാൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും അതേസമയം ബയേഴ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാനും മുന്നോട്ട് നയിക്കുവാനും സഹായിച്ചേക്കാം. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷനെ കുറിച്ച് നമുക്ക് അധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ലാത്തതിനാൽ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ വളരെയേറെ സ്വാധീനിക്കും. ടെക്നിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് 9ാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡിങ് മാത്രമല്ല 100-ഡേ EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. തൽഫലമായി ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസത്തെ ലോ ആയ 24,350 എന്ന ലെവൽ ക്രൂഷ്യലാണ്. തുടർന്ന് 24,150, 24,100 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനം തന്നെയാണ്. കാരണം 200-ഡേ EMA സ്ഥിതി ചെയ്യുന്നത് ഈ ലെവലുകൾക്കിടയിലാണ്. ഇനി നിഫ്റ്റിക്ക് വരാൻ പോകുന്ന ആഴ്ചയിൽ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 24,600, 24,800 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. അതേസമയം നിഫ്റ്റിക്ക് ഈ ലെവലുകൾ അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ മറികടന്നേക്കാമെന്നും ബാങ്ക് നിഫ്റ്റിയും നിലവിൽ അതിന്റെ ഷോർട്ട് മിഡ് ഡേ മാത്രമല്ല 100-ഡേ EMAയുടെ താഴെയായിട്ടാണ് വെള്ളിയാഴ്ചയിലും വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയും അതിന്റെ 200-ഡേ EMAയുടെ അടുത്തേക്കായിട്ട്
വെള്ളിയാഴ്ച ഉണ്ടായ ഫോളിനെ തുടർന്ന് എത്തിച്ചേരുകയുണ്ടായി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം തന്നെയാണ് പത്താമതായി ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഘടകം. വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 88 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 88.31 എന്ന റെക്കോർഡ് ലോയിലേക്ക് പതിക്കുകയുണ്ടായി. എന്നാൽ വ്യാപാരം അവസാനിപ്പിച്ചത് 88.20 എന്ന ലെവലിലായിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വികർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ടും മാത്രമല്ല, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ചിലവ് വർദ്ധിക്കുന്നതിനാൽ തന്നെ ഇതേ തുടർന്ന് ഇക്വിറ്റി മാർക്കറ്റിലും പ്രഷർ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിക്കും. അതേസമയം വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ശക്തി ആർജിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും സഹായിക്കും. ക്രൂഡ് ഓയിലിന്റെ വിലയാണ് 11ാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ യുഎസിലെ പ്രൊഡക്ഷൻ വർദ്ധിച്ചതിനെ തുടർന്നും മാത്രമല്ല ദുർബലപ്പെട്ട ഡിമാൻഡ് വന്നതിനെ തുടർന്നും ഓയിൽ പ്രൈസുകളിൽ കഴിഞ്ഞ ആഴ്ച ഇടിവ് നേരിടുകയുണ്ടായി. തൽഫലമായി തുടർച്ചയായി 2 ആഴ്ചത്തെ നേട്ടങ്ങൾക്ക് ശേഷം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇടിവ് സംഭവിച്ചതിന്റെ ഫലമായിട്ട് ക്രൂഡ് ഓയിലിന് 0.91% ഇടിവും ബ്രെന്റ് ക്രൂഡിൽ 0.76% ഇടിവും വീക്ക്ലി ബേസിസിൽ നേരിടുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് മാർക്കറ്റിനെ മോശമായും, അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ വില അടുത്ത ആഴ്ച കൂടുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റുകളെയൊക്കെ മോശമായി തന്നെ ബാധിച്ചേക്കാം. അതേസമയം ഈ ആഴ്ചയെ പോലെ അടുത്ത ആഴ്ചയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് തുടരുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റുകളെയൊക്കെ പോസിറ്റീവായിട്ടും ബാധിക്കും. പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. RBL ബാങ്ക് 6500 കോടി രൂപ ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതിൽ 3500 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴിയും 3000 കോടി രൂപ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വഴിയുമായിരിക്കും ശേഖരിക്കുന്നത്. റിലയബിൾ ഡാറ്റ സർവീസസ് ക്രിക്കറ്റ് പ്ലെയറായ രോഹിത് ശർമ്മ 53,200 ഷെയറുകൾ 163.91 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 87.2 ലക്ഷത്തിന് 0.5% സ്റ്റേക്ക് വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. സൈഡസ് ലൈഫ് സയൻസ് റയറായിട്ടുള്ള ലിവർ ഡിസീസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പുതിയ മെഡിസിന്റെ 3ാമത്തെ ഫേസിലെ ട്രയലും വിജയകരമായി പൂർത്തിയാക്കിയെന്നുള്ള വാർത്തകൾ. മാത്രമല്ല, കമ്പനി USFDAയുടെ ഭാഗത്ത് നിന്നും 2026 കൂടിയിട്ട് ഈ മരുന്നിനായിട്ടുള്ള അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളും പങ്കുവയ്ക്കുകയുണ്ടായി. BEML ചൈനയിലുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടണൽ ബോറിംഗ് മെഷീൻസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം നടത്തുന്നു എന്നുള്ള വാർത്തകൾ. ഇലൈറ്റ്കോൺ ഇന്റർനാഷണൽ 300 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി നടപ്പിലാക്കുന്നു എന്നുള്ള വാർത്തകൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റിലയൻസ് റീറ്റെയിലിന്റെ ഗ്രോസ് റവന്യൂവില് 8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 3.3 ലക്ഷം കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.